ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ടെമ്പററി സെറ്റപ്പാണ്. നമ്മൾ പോകുന്ന ചിത്രം കിഷ്കിന്ദ കാണ്ഡമാണ്. ആസിഫ് അലി നായകനായിട്ട് വന്നിരിക്കുന്ന സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. ഓണച്ചിത്രങ്ങളുടെ നിലയിൽ വലിയ പ്രതീക്ഷകളോടെ എത്തിയിരിക്കുന്ന സിനിമയാണ് ഈ കിഷ്കിന്ദ കാണ്ഡം. അപ്പോൾ ഇതിൽ ദിൻജി തയ്യത്താനാണ് ഈ സിനിമയുടെ ഡയറക്ഷൻ, ബാഹുൽ രമേശാണ് ഇതിൻ്റെ റൈറ്റിംഗ്. ആസിഫ് അലിയോടൊപ്പം അപർണ ബാലമുരളിയുണ്ട്, വിജയരാഘവനുണ്ട്, അശോകനുണ്ട്. ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. ഇനി ഈ സിനിമയുടെ ഓൺലൈനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്ത് താമസിക്കുന്ന റിട്ടയർഡ് ആർമി ഓഫീസറാണ് വിജയരാഘവൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് ആസിഫ് അലി. അപ്പോൾ ഒരു ദിവസം വിജയരാഘവൻ്റെ പിസ്റ്റൾ കാണാതെ പോകുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അപ്പം കൺസേൺ എന്ന് പറഞ്ഞാൽ അത് നക്സലിസം ഒക്കെ ഉള്ള ഏരിയയാണ്. അപ്പോൾ പിസ്റ്റൾ വേറെ ആരുടെയും കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതിനെപ്പറ്റി പോലീസ് വളരെ ഗൗരവകരമായി അന്വേഷിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അപർണ ബാലമുരളിയാണ് ആസിഫ് അലി രണ്ടാമതായി വിവാഹം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള വിവാഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു, മകനെ കാണാതെയായി. അപ്പോൾ ആ മകനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നു. മകൻ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരു സ്റ്റോറി ലൈനുണ്ട്. അപ്പോൾ ഈ കാണാതെ പോയ പിസ്റ്റൾ, കാണാതെ പോയ മകൻ, ഈ രണ്ട് എൻറ്റിറ്റീസ് എങ്ങനെ കണക്റ്റ് ആവുന്നു, എന്താണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറി ലൈൻ എന്നൊക്കെയുള്ളതാണ് സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞാൽ. വളരെ നല്ല രീതിയിലാണ് ഈ സിനിമയുടെ ഒരു എക്സിക്യൂഷൻ ദിൻജി തയ്യത്താൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സും അതിൻ്റെ അകത്തുകൊണ്ട് ഈ കഥ പറയാൻ ശ്രമിച്ചിരിക്കുന്ന രീതിയും തികച്ചും നമ്മൾ ഒരു കയ്യടി കൊടുക്കേണ്ടത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ രാമായണത്തിൽ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന കാണ്ഡത്തിലാണ് ശ്രീരാമനും ലക്ഷ്മണനും ഈ ഹനുമാനെയും സുഗ്രീവനെയും ബാലിയൊക്കെ കാണുന്നതും ഫുൾ ഒരു വനപ്രദേശത്ത് നടക്കുന്ന തന്നെ ഒരു കഥയാണ് ഈ രാമായണത്തിന്. ശരിക്കും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണത്. കാരണം ഇപ്പോഴും എങ്ങനെയാണ് ഈ വാനരന്മാർ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ആ ഒരു മിസ്റ്റീരിയസ് ട്രാക്കിൽ തന്നെയാണ് ഈ സ്റ്റോറിയും പറഞ്ഞു വയ്ക്കുന്നത്. വളരെ എന്താ പറയുക, വളരെ പ്രകൃതി രമണീയമെന്ന് പറയാം, പക്ഷേ അത് ഭയങ്കര നിഗൂഢമായ ഒരു ഫോറസ്റ്റ്, അവിടെ കുറേ ആൾക്കാർ, അവിടെ കുറച്ച് ബാക്ക് സ്റ്റോറീസ്, പിന്നെ കറണ്ട് ടൈം ലൈനിൽ നടക്കുന്ന ഒരു സ്റ്റോറി. അപ്പോൾ ഇതിനൊക്കെ നല്ല രീതിയിൽ കോർത്തിണക്കി നല്ല ഒരു എൻഗേജിങ് ആയിട്ട് സ്റ്റോറി പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപോലെ ഒരു ക്വാളിറ്റി മേക്കിംഗ് കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അത് ലീഡ് ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വിജയരാഘവൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ സിനിമയിൽ ഒരു മെമ്മറി ലോസ് ഉള്ള ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീരം പെർഫോമൻസാണ്. ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ആ ക്യാരക്ടറുള്ള പെർഫോമൻസിൽ കാണാൻ സാധിക്കും. ആസിഫ് അലി, അപർണ ബാലമുരളി രണ്ടുപേരും നല്ല രീതിയിലുള്ള ആക്ടിങ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൽ ഈ ആക്ടേഴ്സ് എന്നുള്ള ഒരു എലമെൻറ്റിനെക്കാളും ഈ സിനിമയെ ഉയർത്തി നിർത്തുന്നത് അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും പിന്നെ അതിൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈലുമാണ്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡയറക്ടറിനും റൈറ്ററിനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഷോസ് ആദ്യ ദിവസങ്ങളുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ കൂടി വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. കാര്യം ഈ സിനിമ കണ്ടു കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടെല്ലിങ് നമുക്ക് മനസ്സിലാവുന്നത്. സൗണ്ട് മിക്സിങ്, സൂപ്പർ സൗണ്ട് മിക്സിംഗ് ആണ്. പല സ്ഥലങ്ങളിലും നമ്മൾ അറ്റ്മോസ് തിയേറ്ററിൽ കാണുമ്പോൾ ആ തിയേറ്ററിൻ്റെ ഒരു സൗണ്ട് എഫക്റ്റ് കംപ്ലീറ്റ്ലി നമ്മളിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ള ഒരു സൗണ്ട് മിക്സിങ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. സെക്കൻഡ് ഹാഫിലുള്ള ക്ലൈമാക്സിൻ്റെ സൈഡിൽ വരുന്ന കുറച്ച് റിലവേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. ഓവറോൾ നമുക്ക് ഈ ഓണത്തിന് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമയാണ് കിഷ്കിന്ദ കാണ്ഡം. ഒരു മിസ്റ്റിക് ത്രില്ലർ മോഡിലുള്ള ഒരു സിനിമയാണ്. ഒരു ഫൺ എൻ്റർടൈനർ ഒന്നുമല്ല, പക്ഷേ ഒരു മിസ്റ്റിക് ത്രില്ലർ മോഡിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.